സിൽവർ ലൈൻ പദ്ധതിയിൽ ശബരിമല മോഡൽ വിശദീകരണത്തിന് CPM വീടുകൾ തോറും കയറി പദ്ധതി വിശദീകരിക്കാനാണ് CPMന്റെ തീരുമാനം. വീട് നഷ്ടപ്പെടുന്നവരെ നേതാക്കൾ നേരിട്ടെത്തി കാണും. പദ്ധതിയെക്കുറിച്ചും നഷ്ടപരിഹാരത്തെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കും. ഇതിനിടെ സിൽവർ ലൈൻ എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ വ്യാപകമാകുന്നതിനിടെ സംസ്ഥാന മന്ത്രിസഭാ യോഗവും തുടങ്ങിയിട്ടുണ്ട്. VV അരുൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേരുന്നു. അരുൺ, ആദ്യം എന്താണ് പുതിയ നീക്കം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. കാരണം സംസ്ഥാന വ്യാപകമായി നമ്മൾ പ്രതിഷേധം കാണുന്നു. പ്രതിഷേധത്തെ ശക്തമായി നേരിടുമെന്നും അതോടൊപ്പം സമരം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് അധിക്ഷേപിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളും നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് വരികയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയല്ല കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ്, വിശദീകരിക്കുക, നേരിട്ടെത്തി. എന്താണ് പാർട്ടി ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്? സുരേഷ്, സിൽവർ ലൈൻ വിരുദ്ധ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്ത് വ്യാപിക്കുകയാണ്. അത് പ്രതിപക്ഷം UDFും അതുപോലെ തന്നെ BJPയും വലിയ ആയുധമാക്കി മാറ്റിയെടുക്കുന്നു. അവർ നേരിട്ട് ഇപ്പോൾ നേരത്തെയൊക്കെ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയാണ് ഈ സമരങ്ങൾക്ക് പിന്നിലെങ്കിൽ ഇപ്പോൾ അത് എല്ലാ സമരകേന്ദ്രങ്ങളിലും പ്രതിപക്ഷ നേതാക്കൾ നേരിട്ടെത്തുന്നു. ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് M. ഹസൻ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പരിപാടികളിൽ നേരിട്ടെത്തി അതിന് നേതൃത്വം നൽകുന്നു. അത്തരത്തിൽ അത് രാഷ്ട്രീയമായി മാറുന്നത് CPM തിരിച്ചറിയുന്നു. വലിയ പ്രതിഷേധങ്ങൾ പലയിടത്തും സംഘർഷത്തിലേക്ക് കടക്കുന്നു, ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു. ഒരുപക്ഷെ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിനു ശേഷം ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഒരു ഏകോപനമുണ്ടായ ഒരു സമരം സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല. അതിലെ അപകടമാണ് സർക്കാരും CPMും തിരിച്ചറിയുന്നത്. ഇത് തുടർന്നു പോയാൽ അത് സർക്കാരിനെതിരെയുള്ള വലിയൊരു മൂവ്മെന്റായി മാറും. വിമോചന സമരം എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കാൻ CPMും സർക്കാരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായൊരു ഏകോപനമുള്ള ഒരു മൂവ്മെന്റായി ഇത് മാറുന്നതിന്റെ അപകടം CPMും സർക്കാരും തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അതിൽ വിശദീകരണവുമായി നേരിട്ട് വീടുകളിലെത്താൻ CPM തീരുമാനമെടുത്തിരിക്കുന്നത്. CPMന്റെ പ്രധാന നേതാക്കൾ പ്രത്യേകിച്ചും ഈ ഭൂമി വീട് നഷ്ടപ്പെടുന്നവരുടെ വീടുകളിൽ നേരിട്ടെത്തും. എന്താണ് പദ്ധതി, എന്തിനു വേണ്ടിയാണ് പദ്ധതി, ഈ പദ്ധതിയുടെ ഭാഗമായി ഭൂമി വിട്ടുകൊടുത്താൽ വീടുകൾ ഒഴിയേണ്ടി വന്നാൽ പകരം എന്ത് സർക്കാർ നൽകും, നഷ്ടപരിഹാരത്തിന്റെ മികവ് ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തും. ആരുമായും ഒരു മത്സരത്തിനോ യുദ്ധത്തിനോ അല്ല സർക്കാർ തയ്യാറാകുന്നത്. പകരം നാടിന് ഒഴിച്ചുകൂടാനാകാത്ത വികസന പദ്ധതിയാണിത്. ആ കാര്യങ്ങൾ ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്താനാണ് സർക്കാരും CPM ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പാർട്ടി കോൺഗ്രസിന് ശേഷമാകും ഒരുപക്ഷെ നേതാക്കളുടെ ഭവന സന്ദർശനം. ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിൽ CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. CPMന്റെ സംഘടനാ സംവിധാനം ഒന്നാകെ അതിന്റെ തിരക്കിലുമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസ് ശേഷമാകാം ഇത്തരത്തിൽ നേതാക്കൾ നേരിട്ടെത്തി വിശദീകരണം നടത്തുന്നത്. നമുക്കറിയാം, ശബരിമല വിഷയം വന്ന ശേഷം വലിയ തിരിച്ചടി രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം ഇടതുമുന്നണിക്കുണ്ടായിരുന്നു. അത് മറികടക്കാൻ CPM മുന്നണിയും നേരിട്ട് എടുത്ത തന്ത്രം നേരിട്ട് വീടുകളിലെത്തി ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. പറ്റിയ അബദ്ധത്തിന്, തെറ്റിന് മാപ്പ് പറയുകയായിരുന്നു. അത്തരത്തിൽ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചുകൊണ്ട് നമുക്കറിയാം സിൽവർ റെയിലിന്റെ തുടക്കത്തിൽ ഈ പദ്ധതിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ വിശദീകരണ യോഗങ്ങൾ, സംസ്ഥാനത്തൊട്ടാകെ വിശദീകരണ യോഗങ്ങൾ രാഷ്ട്രീയമായും സർക്കാർ തലത്തിലും അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി ചെയ്തത് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോടൊക്കെ സ്ഥലത്തെ പ്രധാന ആളുകളെ കൂട്ടി മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ വിശദീകരണം പോരാ. യഥാർത്ഥത്തിൽ ഇത് ആരെയാണോ ബാധിക്കുന്നത്, ആരെ വീടാണോ നഷ്ടപ്പെടുന്നത്, ആരെയാണോ വൈകാരികമായും സാമ്പത്തികമായും ബാധിക്കാൻ പോകുന്നത്, ആ ആളുകളെ നേരിട്ട് കണ്ട് അവരെ ഇത് ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാകുന്നുണ്ട് ഈ ഘട്ടത്തിൽ. തീർച്ചയായും അത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിശദീകരണ യോഗങ്ങളിൽ പങ്കെടുത്തൊരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളാണ്, ഒരു എലൈറ്റ് ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ഉന്നതരെയാണ് ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ഇതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ, സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെയൊക്കെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നേരിട്ട് അത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്, ഭൂ ഉടമകളെയാണ്, വീട്ടുടമസ്ഥരെയാണ്. അതിൽ പാവപ്പെട്ട ആളുകളുണ്ട്, സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അവരുടെ വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന അവസ്ഥ വലിയ ആശങ്ക തന്നെയാണ്
തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്താൻ CPM ആലോചിക്കുന്നത്. തീരുമാനമെടുത്തിരിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളിൽ നേതാക്കൾ നേരിട്ടെത്തി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ കല്ലിടുന്നത് ഭൂമി ഏറ്റെടുക്കാൻ കല്ലിട്ടെന്ന് കരുതി മാത്രം ഭൂമി എടുക്കലുണ്ടാകില്ല. അവിടെ സാമൂഹിക ആഘാത പഠനം നടത്തും, പാരിസ്ഥിതികാഘാത പഠനം നടത്തും. അതിനുശേഷം മാത്രമേ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലെങ്കിൽ മാത്രമേ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പൂർണ്ണമായ നഷ്ടപരിഹാരം വിതരണം ചെയ്യും. ഈ ഉറപ്പുകൾ ജനങ്ങൾക്ക് നൽകാനാണ് ഇപ്പോഴത്തെ ഈ കല്ലിടൽ കൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്ന ഉറപ്പ് ജനങ്ങൾക്ക് നൽകാനാണ്, അതിന്റെ ആശങ്ക വേണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് CPMന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായാണ് CPM ഇത്തരത്തിൽ ആലോചന നടത്തുന്നത്. മാത്രവുമല്ല ഇത്തരത്തിൽ കല്ലിടൽ ഒഴിവാക്കാനുള്ള ആലോചനകളും അതിനുള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തും സിൽവർ ലൈൻ കേരള കോർപ്പറേഷന്റെ ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ടെന്ന് ലഭിക്കുന്ന വിവരം. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വി അരുൺ ഇപ്പോൾ പറഞ്ഞു വന്നത് കല്ലിടുന്നതിനെതിരെ ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താണ്? കല്ല് അവർ ഞങ്ങളിടും, അല്ലെങ്കിൽ സർക്കാരിടും, അവർ പിഴുതു മാറ്റട്ടെ, കല്ല് ഞങ്ങൾ ഉണ്ടാക്കും. ഇനി കല്ല് ഇവിടുന്ന് കിട്ടാനില്ലെങ്കിൽ അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവന്നിട്ട് വേണമെങ്കിലും കല്ലിടും. ആ വിധത്തിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പാർട്ടിയുടെ MLA നിയമസഭയിൽ പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. കല്ല് പിഴുതാൽ ഇനിയും അടി കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായിട്ടാണ് പറഞ്ഞിരുന്നത് പാർട്ടി നേതാക്കളും സർക്കാരും. അവിടെ നിന്ന് ഇപ്പോൾ അരുൺ പറഞ്ഞത് കല്ല് തന്നെ ഇടണോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആലോചന സർക്കാരിലുണ്ട്. മാർക്ക് ചെയ്താൽ പോരെ, അതാണ് വലിയൊരു വിഭാഗം പറയുന്നത്. കല്ലിടുന്നത് എന്തിനാണ്, മാർക്ക് ചെയ്ത് പോയാൽ പോരെയെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആലോചനയ്ക്കും സാധ്യതയുണ്ടെന്നാണോ അരുൺ പറയുന്നത്? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ വലിയ സംഘർഷത്തിലേക്ക് പോകും, ജനങ്ങളുടെ എതിർപ്പിലേക്ക് പോകുമെന്ന് സർക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ സർക്കാരിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു അഭിപ്രായം അത് പരമാവധി വൈകിപ്പിക്കാമായിരുന്നു. കല്ലിടൽ ഒരു അനിവാര്യ ഘടകമല്ല. മറ്റു പല സാങ്കേതിക വിദ്യയും നിലവിലുള്ള സംസ്ഥാനമാണ്, കാലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ഭൂമി മാർക്ക് ചെയ്ത് പോയാൽ പോരെ എന്ന അഭിപ്രായം സർക്കാർ കേന്ദ്രങ്ങളിൽ പോലും അത്തരം ചർച്ചകൾ, ചില മന്ത്രിമാർ തന്നെ അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്കും സർക്കാരിന് ശ്രദ്ധ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും കല്ലിടൽ ഒഴിവാക്കുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെങ്കിലും ഒരു ബദൽ വഴി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സംഘർഷം പരമാവധി ഒഴിവാക്കാം. ഏത് ഘട്ടത്തിലും വീണ്ടും പ്രതിഷേധവുമായി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഈ സമരസഭ ഉൾപ്പെടെ ആളുകൾ രംഗത്തെത്തുന്ന സർക്കാർ പ്രതീക്ഷിക്കുന്നു. അത് കുറെ കൂടി വൈകിപ്പിച്ചുകൂടെ എന്ന ചോദ്യമാണ് ഇപ്പോൾ സർക്കാർ തന്നെ ഉയർന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ പരമാവധി പ്രതിഷേധങ്ങളുടെ ഈ ആളിക്കത്തൽ ഒഴിവാക്കാം. രാഷ്ട്രീയമായി പ്രതിപക്ഷവും BJPയും ഒക്കെ അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം തുടങ്ങിയ ചർച്ചകൾ, ചിന്തകൾ സർക്കാർ സജീവമാണ്. ഒരു കാര്യം കൂടി അരുൺ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അരുൺ വാച്ചിലേക്ക് നോക്കിയതുകൊണ്ടാണ്. കാരണം ഈ വിഷയം മന്ത്രിസഭാ യോഗം ഇന്നിപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വളരെ സജീവമായി തന്നെ ഒന്ന് കല്ലിടണോ എന്നുള്ള സംശയം, അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ നേതാക്കൾ നേരിട്ടെത്തി വിശദീകരിക്കുക, MLA-മാർ നേരിട്ടെത്തി വിശദീകരിക്കുക, അങ്ങനെയുള്ള സജീവമായിട്ടുള്ളൊരു ചർച്ച കേരളയിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് സാധ്യതയുണ്ടോ? അത്തരം ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ മന്ത്രിമാർ തന്നെ ഈ വിഷയം ഉന്നയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം പലയിടത്തും ഇത് വലിയ സംഘർഷത്തിലേക്ക്, നമ്മൾ നേരത്തേക്ക് റിപ്പോർട്ട് ചെയ്തതുപോലെ കണ്ടതുപോലെ വലിയ സംഘർഷത്തിലേക്ക്, ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. പ്രതിപക്ഷം വളരെ കൃത്യമായി ഇത് അവരുടെ ഒരു വീണുകിട്ടിയ ഒരു അവസരമായി തന്നെ ഒരു വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു. സമരത്തിന് മുന്നിട്ടിറങ്ങുന്നു പ്രതിപക്ഷത്തെ. BJPയുടെ പ്രധാന നേതാക്കൾ തന്നെ അത് സർക്കാരിനെ ചെറിയ തോതിലല്ല ആശങ്കയിലാക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാലും കാലങ്ങളോളം നിലനിൽക്കുന്ന സർക്കാരിനെതിരെ ഉപയോഗിക്കാവുന്ന ആയുധമായി പലയിടത്തും മടപ്പള്ളിയിലടക്കം ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ ദൃശ്യങ്ങളാണ്. അത് സർക്കാരിനെ ഭാവിയിലും വേട്ടയാടും. എന്താണോ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കണ്ട പ്രതിഷേധങ്ങൾ, അന്നുണ്ടായ സമരങ്ങൾ, അതിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കേരളത്തിലെ സമരങ്ങൾ മാറുന്നു എന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അത് വലിയ ആശങ്കയും സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കാനുള്ള ബദൽ മാർഗങ്ങൾ, വഴികൾ സർക്കാർ തേടുന്നു. ഒരു ഒറ്റ കാര്യം കൂടി അരുൺ, ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ CPI നിലപാട് എന്തായിരിക്കാം എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നുണ്ട്. കാരണം ഇന്നലെ സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രി K. രാജനോട് അരുൺ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ സിൽവർ ലൈനെ കുറിച്ച് ചോദിക്കുമ്പോൾ CK ചന്ദ്രപ്പന്റെ അനുസ്മരണമാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ മന്ത്രിസഭാ അംഗമായിട്ടുള്ള ഒരാൾക്ക് ഈ സർക്കാർ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് EP ജയരാജനും സജി ചെറിയാനും VN വാസവനും ഒക്കെ ഇന്നലെ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന അതേ ദിവസം തന്നെ അതേക്കുറിച്ച് കാമ എന്നൊരു അക്ഷരം പറയാൻ റവന്യൂ മന്ത്രി തയ്യാറായില്ല. അപ്പോൾ CPIക്ക് ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടോ? അത് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പറയാനിടയുണ്ടോ?
മന്ത്രിമാർ ഇക്കാര്യം മന്ത്രിസഭാത്തിൽ പറയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇന്നലെ കെ രാജൻ മറുപടി പറയാത്തതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി ആസ്ഥാന പരിപാടിയാണ്. അദ്ദേഹം മന്ത്രിസഭയിലെ യഥാർത്ഥത്തിൽ രണ്ടാമെന്ന് പറയാവുന്ന, അതായത് ഘടകകക്ഷികളെ വെച്ച് നോക്കുമ്പോൾ രണ്ടാമനാണ്, CPIയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രീതിയിൽ നിലപാട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. സർക്കാരിന്റെ തീരുമാനമാണ് സിൽവർ ലൈൻ പദ്ധതി. അതിന്റെ കല്ലിടലടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മന്ത്രിസഭാ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്ന പദ്ധതികളാണ്. അതിനെ തള്ളി പറയാൻ അദ്ദേഹത്തിന് അവിടെ സാധിക്കില്ല. പക്ഷേ പാർട്ടിയുടെ നിലപാട് ഈ സമരങ്ങൾ പരമാവധി ഒഴിവാക്കണം, സംഘർഷങ്ങൾ, സിൽവർ ലൈനെ തള്ളി പറയുന്നില്ലെങ്കിൽ പോലും സംഘർഷങ്ങൾ ഒഴിവാക്കണം, ബലപ്രയോഗത്തിലൂടെ കല്ലിടൽ പാടില്ല, ഭൂമി ഏറ്റെടുക്കൽ പാടില്ല, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ ആശങ്ക അകറ്റി മുന്നോട്ട് പോകണം. അത്തരമൊരു വൈരുദ്ധ്യമാർന്ന സമീപനം അദ്ദേഹത്തിന് ആ നിലപാട് സ്വീകരിച്ചാൽ ഉണ്ടാകേണ്ടി വരും. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ ആ മറുപടി ഒഴിവാക്കിയെന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു കാരണവശാലും CPI മന്ത്രിമാർ ഈ പദ്ധതിയെ തള്ളിപ്പറയില്ല, പദ്ധതിക്കെതിരെ നിലപാടെടുക്കുകയുമില്ല. പക്ഷേ ഇപ്പോഴത്തെ കല്ലിടൽ പോലുള്ള പ്രശ്നങ്ങളും അതിനെത്തുന്ന സംഘർഷങ്ങളും കുറയ്ക്കണമെന്ന കാര്യത്തിൽ CPIക്ക് അഭിപ്രായമുണ്ട്. അത് പാർട്ടി നേതൃത്വം അക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. റൈറ്റ്, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രി സജി ചെറിയാനെ തിരുത്തുകയാണ്. DPR ഞാൻ നന്നായി വായിച്ചതാണ്. ആ DPRൽ ബഫർ സോണിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നു, മന്ത്രി പറയുന്നതല്ല, കേരയിൽ MD പറയുന്നതാണ് കേൾക്കേണ്ടത്, അതാണ് സത്യം എന്ന് പറഞ്ഞാൽ ബഫർ സോൺ ഉണ്ട് എന്നുള്ളതാണ്. കേരയിൽ MD അജിത് കുമാർ അന്ന് പറഞ്ഞത് 10 മീറ്റർ ബഫർ സോൺ എന്നുള്ളതാണ്. പക്ഷേ DPRൽ വിശദമായി പറയുമ്പോൾ 10 മീറ്റർ അല്ല 30 മീറ്ററോളം ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ബഫർ സോൺ ഉണ്ട് എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ കാസർഗോഡ് പറയുന്നു.